കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയ ഒരു ഭാഗമുണ്ട്, MSMEs. അല്ലേ? MSMEs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. ഈ MSMEകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതായത് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് മൈക്രോ, എന്താണ് സ്മോൾ, എന്താണ് മീഡിയം, ആ തരത്തിലുള്ള എൻ്റർപ്രൈസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കതൊന്ന് മനസ്സിലാക്കാം. എന്താണ് മൈക്രോ, എന്താണ് സ്മോൾ, എന്താണ് മീഡിയം എന്നുള്ളത്. ഒരു മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് നോട്ട് മോർ ദാൻ 1 crore and annual turnover not more than 5 crore. അതായത് ആനുവൽ ടേൺ ഓവർ 5 കോടിക്ക് മുകളിലാവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയയുടെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളായിരിക്കാം, എന്തായിക്കോട്ടെ, നമ്മൾ അതിൽ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന്, അതിൻ്റെ മെഷീനറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ മറ്റു എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു കാരണവശാലും 1 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1 കോടിയുടെ താഴെയും അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ 5 കോടിയുടെ താഴെയാണെങ്കിൽ അത്തരം എൻ്റർപ്രൈസസിനെ നമുക്ക് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയാം. എന്നാൽ സ്മോളിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് നോട്ട് മോർ ദാൻ 10 crore. ഓക്കെ, ഇവിടെ 1 crore ആയിരുന്നു, ഇവിടെ ഇപ്പോൾ എന്തായി 10 crore ആയി. 10 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ 50 കോടിയുടെ മുകളിലും പോകാൻ പാടില്ല. അപ്പോൾ ആനുവൽ ടേൺ ഓവർ 50 കോടിക്കുള്ളിലും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 കോടിക്കുള്ളിലാണ് നമ്മുടെ എൻ്റർപ്രൈസിനെങ്കിൽ അതിന് പേര് വിളിക്കാം, ദാറ്റ് ഈസ് സ്മോൾ എൻ്റർപ്രൈസസ്. ദെൻ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണെന്നുള്ളത്. മീഡിയം എൻ്റർപ്രൈസസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് മോർ ദാൻ 50 crore, ആനുവൽ ടേൺ ഓവർ നോട്ട് മോർ ദാൻ 250 crore. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവുന്നത് മൈക്രോ എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി അതിൻ്റെ താഴെ വരാൻ പാടുള്ളൂ, സ്മോളിലാണെങ്കിൽ അത് 10 കോടിയുടെ താഴെയായി, മീഡിയം ആണെങ്കിൽ അത് 50 കോടിയുടെ താഴെയായി. ഇനി ആനുവൽ ടേൺ ഓവർ പറയുകയാണെങ്കിൽ മൈക്രോയിൽ 5 കോടിയാണ്, സ്മോൾ 50 കോടിയാണ്, മീഡിയത്തിൽ 250 കോടിയാണ്. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർപ്രൈസസിനെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് നമുക്ക് തരംതിരിക്കാം. MSMEകൾ നമ്മുടെ രാജ്യത്തുടനീളം ഉള്ള ഒരു കാര്യമാണ്. ഇത്തരം ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെ MSMEയുടെ അണ്ടറിൽ വരുന്നതാണ്. അതിനൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ബാങ്ക് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് MSMEകളെ സംബന്ധിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് MSME എന്നുള്ള കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.